യഥാർത്ഥത്തിൽ അവിടെ വന്യജീവി ശല്യമല്ല, CPM-ന്റെ ശല്യമാണ് ഇപ്പോൾ പ്രശ്നം. ആ പദ്ധതി കോൺഗ്രസ് നടപ്പിലാക്കരുതെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചെയ്തതൊന്നും കാര്യമായിട്ട് ജനങ്ങളോട് പറയാനില്ല. ഇപ്പോൾ സർക്കാർ നിർമ്മിച്ചതാണെങ്കിൽ അത് വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ്. കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഉൾപ്പെടെ ആ പ്രദേശങ്ങളിലെ ഗവൺമെൻറ് അവിടുത്തെ ജനങ്ങളുടെ നികുതി പണം ഉൾപ്പെടെ അതിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിന് എക്സ്ക്ലൂസീവായി ഇത്തരം ഒരു കാര്യം ചെയ്തു കൊടുത്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കോൺഗ്രസ് പറയാൻ പാടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അങ്ങനെ പറയാനൊരു സാഹചര്യം കിട്ടരുതെന്ന് ആഗ്രഹിച്ചു. ആദ്യം അവർ വിചാരിച്ചത് അങ്ങനെ തന്നെ നടന്നോളൂ എന്നുള്ളത്. ഇപ്പോൾ ഭൂമിയൊക്കെ രജിസ്റ്റർ ചെയ്തപ്പോൾ അവിടെ ഒരു അസ്വസ്ഥത തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം എന്നെ ഇപ്പോൾ ഇവിടുത്തെ MLA പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സിദ്ദീഖ് MLA ഒരു കാര്യം കാണിച്ചു തന്നു. ഞാനിപ്പം അദ്ദേഹത്തിൻ്റെ ഇതിന് നോക്കുമ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ വീണ്ടും പുലി എന്ന് ദേശാഭിമാനി കൊടുത്ത വാർത്തയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താ? സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലം അവിടെയാണ്. അപ്പം അവിടെ വീണ്ടും പുലി എന്ന് ദേശാഭിമാനിക്ക് വാർത്ത കൊടുക്കും. എന്നിട്ട് ഹൈവേയിൽ നിന്ന് ഏരിയൽ ഡിസ്റ്റൻസ് വെറും 100 മീറ്റർ മാത്രവും നടന്നാൽ വെറും 280 മീറ്ററിൻ്റെ താഴെയുള്ളൊരു സ്ഥലത്ത് അവിടെ ഒരു ക്രൈസ്തവ സന്യാസിനി മഠം ഉൾപ്പെടെ വീടുകളും റിസോർട്ടുകളും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് 3.5 ഏക്കറോളം ഭൂമി കോൺഗ്രസ് കണ്ടെത്തി അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് എൻവയൺമെൻ്റൽ എഞ്ചിനീയറിംഗ് ടീം ഉൾപ്പെടെ ഹൈഡ്രോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി പഠിച്ച് ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് അവിടെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ സഹായിക്കണം, ഉപദ്രവിക്കാതിരിക്കാനുള്ളൊരു ഉത്തരവാദിത്തമെങ്കിലും CPM-ഉം സർക്കാരും കാണിക്കണം. കാരണം ഇത് ദുരന്തത്തിനകത്ത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നിന്നിട്ട് തന്നെയാണ് ഗവൺമെൻറ്റുകളിലേക്ക് പുറകിൽ അണിനിരന്നിട്ട് തന്നെയാണ് ഇത് സഹായിച്ചത്. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയിട്ടല്ല അപ്പുറത്തുനിന്നൊരു ഗവൺമെൻറ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഈ ഭവന പദ്ധതിക്ക് വേണ്ടി അർഹതപ്പെട്ട ഒരു അവകാശം നമ്മളെ ഏൽപ്പിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, അതിനൊന്നും ഇവർക്കൊരു വിലയില്ല. യോഗിയുടെ ഒരു ആശംസാ കത്തിന് കൊടുക്കുന്ന വിലയെങ്കിലും കർണാടകത്തിലെ ജനങ്ങളും സർക്കാരും ഈ ദുരന്തബാധിതർക്ക് നൽകിയ 100 വീടുകളുടെ കാര്യത്തിൽ കാണിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറല്ല. അതിന് പുറമെ കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഞങ്ങൾ ഭരണത്തിലല്ല, കേരളത്തിലും കേന്ദ്രത്തിലും ഞങ്ങൾ ഭരണത്തിലല്ല. പക്ഷേ ജനങ്ങൾക്കൊരു ദുരന്തം ഉണ്ടായപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് പ്രഖ്യാപിച്ചു, സമ്മതിക്കുന്നു. ഡിലേ വന്നു. അത് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ വയനാട്ടിലുള്ളത് എല്ലാവർക്കും അറിയാം, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളത് അറിയാം. ആ സാങ്കേതികത്വങ്ങൾ പരിഹരിച്ചത് തുടങ്ങാനിരിക്കുമ്പോൾ പിന്നെ ഇത്തരം വാർത്തകളിലൂടെ ഇതിനെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ ഈ വീടുകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇവിടെ പണിയരുതെന്നുള്ള അവരുടെ വ്യാമോഹം മാത്രമാണ്. ആ ആഗ്രഹം കൊണ്ടാണ് അവരിപ്പോൾ നടക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോൾ വയനാട്ടിൽ പുലി ഇറങ്ങുന്നേ, അല്ലെങ്കിൽ ആന ഇറങ്ങുന്നേ, അല്ലെങ്കിൽ കടുവ ഇറങ്ങുന്നേ എന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതൊന്നും കേൾക്കാതിരുന്ന ഈ ഗവൺമെൻറ്റാണ് ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയപ്പോൾ അതിനെ, ഞാൻ തേയിലത്തോട്ടം കാപ്പിത്തോട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ദേശാഭിമാനിയുടെ പുതിയ പ്രയോഗം കാട്ടാനത്തോട്ടം എന്നൊക്കെ ഒരു സ്ഥലത്തെ വിളിക്കുന്നത്. എന്നാൽ അവിടെ വേറെ സ്ഥാപനങ്ങളില്ലേ, വീടുകളില്ലേ, റിസോർട്ട്, ഹൈവേയിൽ അത്ര ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഞങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കിടക്കുകയാണ്. ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണത് പാലിക്കും. ഞങ്ങൾ ആഗ്രഹിക്കാത്തൊരു കാലതാമസം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വത്തിൽ വന്നുപോയി. ഇനി അത് പരിഹരിക്കപ്പെടുന്ന തരത്തിൽ പരമാവധി സൗകര്യങ്ങളോടുകൂടിയ ജനങ്ങൾക്ക് സന്തോഷത്തോടെ വസിക്കാൻ കഴിയാവുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പിന്തുണയാണ് തരേണ്ടത് എന്നവരെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനെ തകർക്കാനോ ഇല്ലാതാക്കാനോ അല്ല ശ്രമിക്കേണ്ടത്. ഇത് മുമ്പ് നമ്മൾ കണ്ടതല്ലേ. മുസ്ലിം ലീഗിൻ്റെ ഭവന നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് സ്ഥലത്തെ സംബന്ധിച്ച് ഇതുപോലെ പ്രതിഷേധങ്ങൾ വരെ നടന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തിനാ അങ്ങനെ ഒരു അസഹിഷ്ണുത, അസ്വസ്ഥത? ഈ തറക്കല്ലിടൽ എന്നാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അതിന്റെ തീയതിയോ ആരൊക്കെ വരുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ അതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ വയനാട് ക്യാമ്പിൽ നിന്ന് ഉന്നതതല പാർട്ടി യോഗം കൂടി ഇവിടുത്തെ DC പ്രസിഡന്റ് MLA ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തെ ചുമതലപ്പെടുത്തി അതിനവർക്കൊരു ടൈം ലൈൻ ഫിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. ആ ടൈം ലൈനകത്ത് തന്നെ ആ ചുമതലകൾ അവർ നിറവേറ്റി. ഇനി അടുത്തൊരു ടൈം ലൈൻ ഇതിൻ്റെ അവിടുത്തെ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ, അവിടുത്തെ ഹൈഡ്രോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സേവനങ്ങൾ. അപ്പോൾ ആ സ്ഥലത്ത് ഒരു ഭവനം, ഒരു വീട് കെട്ടുമ്പോൾ അതിൻ്റെ എല്ലാ സാങ്കേതികങ്ങളും പരിശോധിക്കാൻ ഒരു ടീമിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കൂടെ കിട്ടുന്നതോടുകൂടി അതേസമയം തന്നെ ഞങ്ങൾ അതിൻ്റെ മാസ്റ്റർ പ്ലാനും ലേ ഔട്ടും അത് പ്ലാൻ ചെയ്യുന്നതിനും വളരെ പ്രൊഫഷണലായിട്ട് ആളുകളെ ഏൽപ്പിച്ചു. അവരെല്ലാവരും അവർക്ക് കൊടുത്തൊരു ടൈം ലൈൻ ഉണ്ട്. ആ ടൈം ലൈനകത്ത് ഞങ്ങൾക്ക് റിപ്പോർട്ട് തരും. അത് നൽകിയതിനനുസരിച്ച് അവരുടെ ഒരു ഗോ ഹെഡ് കിട്ടുമ്പോൾ, ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുമ്പോൾ തലക്കല്ലിടലും നിർമ്മാണവും അത് തകൃതിയിൽ നടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കോൺഗ്രസ് ഒരുക്കുന്നുണ്ട്. ഒരു വാക്ക് ഞാൻ പറയാം, ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാർട്ടി പാലിക്കും.
അത് ജനങ്ങൾ കാണും, അവർക്ക് ബോധ്യപ്പെടും. ഈ ദുഷ്പ്രചരണങ്ങളും ഇതിനെ തകർക്കാനുള്ള പാഴ്വേലകളും നിഷ്ഫലമാകും. പ്രതിപക്ഷ പ്രസ്ഥാനമായ കോൺഗ്രസ്, UDF, ലീഗ് ഉൾപ്പെടെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നത് വയനാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ കാണും. ആ കാര്യത്തിന് ഇനി കൺഫ്യൂഷൻ കാണും.